നമസ്കാരം. 12/1/25 ചെയ്യുന്ന വീഡിയോ നായർ കാസ്റ്റിന്റെ 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണെന്ന് ഷെയർ ചെയ്യുന്നത്. അതിനു മുന്നേ ഒരു കാര്യം പറയാണ്, നമ്മൾ ആരായാലും ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അപ്പോൾ സ്വന്തം മനസാക്ഷിയെ പറ്റിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു സത്യസന്ധത കാര്യങ്ങൾ ഉണ്ടാവുക. അതേപോലെ ഞാൻ ചെയ്യുന്നത് എന്താണോ എന്നുള്ളത് വ്യക്തമായിട്ട് ഓരോ വ്യക്തിക്കും ഞാൻ പറയാറുണ്ട്. പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടും ഒരു ചക്കര വർത്താനവും പറയാറില്ല. ഞാൻ ചെയ്യുന്നത് എന്താണോ അത് വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മുന്നോട്ട് പോകാറുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 കല്യാണം നടന്നിട്ട് നമുക്ക് പൈസ തരാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുന്നേ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കാലത്ത് എനിക്കൊരു കോള് വന്നു. അഭിഷേകാണ്. ഫോണിന് ഞാൻ നമ്പറൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അഭിഷേക്. അപ്പൊ മാഡം അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അഭിഷേകല്ലേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ടാണ് വിളിക്കണത്. അപ്പോൾ ആദ്യത്തെ നമ്മളായിട്ട് നടത്തി കൊടുത്ത കല്യാണം ആയിരുന്നു. പൈസ തന്നില്ല. മാത്രമല്ല അവരെന്നെ ചിത്ര എന്നാണ് അവരെ കല്യാണം കഴിച്ച പെണ്ണിൻ്റെ പേര്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംസാരമൊക്കെ സംസാരിക്കുകയുണ്ടായി. അതെന്തെങ്കിലും ആവട്ടെ, അവർ മരിച്ചിപ്പോൾ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും പറയാണ്, നമ്മൾ സത്യസന്ധത എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളൊരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്, നമ്മളൊരാളേനും കുറ്റം പറയാതിരിക്കുക. അവിടെ കേട്ടത് ഇവിടെ പറയാതിരിക്കുക, ഇവിടെ കേട്ടത് അവിടെ കൊണ്ടുകൊടുക്കുക, ഈ വക പരിപാടിയൊന്നും ചെയ്യാണ്ടിരിക്കുക. നമ്മളുടെ എന്താ പറയുക, ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ കത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതിയോടായാലും നമ്മൾ വികൃതി കാണിക്കുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. എന്നാലും നമ്മൾ പഠിക്കാറില്ല. എന്നിരുന്നാലും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ ആ സത്യം എന്നായാലും പുലരും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ മരിച്ചതിനെ പറ്റിയിട്ടുള്ളൊരു ഇതല്ല ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ അവർ മരിച്ചു. അപ്പോൾ ആ പയ്യൻ വീണ്ടും സെക്കൻഡ് മാരേജിനായിട്ട് എന്നെ വിളിച്ചു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഒരു ബ്രോക്കറുണ്ട്, രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആള് ഇതേപോലെ പൈസയൊക്കെ പറഞ്ഞിട്ട് കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇതേപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. പൈസ കൊടുത്തില്ല. കാല് കൊണ്ടപ്പോൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ ഫോൺ. അപ്പോൾ പൈസ കൊടുക്കാതെ പറ്റിച്ചു. അപ്പോൾ ഇതേപോലെ തന്നെ ആ രതീഷേട്ടനും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെ, ഇതേപോലെ തന്നെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഭാര്യ മരിച്ചിട്ട് വീണ്ടും വിവാഹത്തിന് അവരെ തന്നെ സമീപിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം. അപ്പോൾ നമ്മൾ നമ്മുടെ ജോലിയായിട്ടാണ് ഇത് കൊണ്ടു നടക്കുന്നത്. ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ജോലികൾ വേറെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളിത് ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. എനിക്ക് ഈ ബ്രോക്കർ പണി, ഓരോ കല്യാണം നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നിട്ട് 1 രൂപ പോലും തരാതെ, തന്നില്ല എന്ന് മാത്രമല്ല നന്ദിയില്ലാത്ത രീതിയിലുള്ളൊരു സംസാരിക്കുന്ന ഒരു അവസ്ഥ കൂടെ ഈ ചിത്രയിൽ നിന്ന് എനിക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു സംസാരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പറയണം. അപ്പം ആരും ആരോടും അങ്ങനെ പറയരുത്. മുകളിലുള്ള ആളേക്കാൾ വലുതായിട്ട് ആരും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഇഷ്ടദൈവം എന്ന് പറയുന്നത് സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. പിന്നെ വിഷ്ണുമായേനും ഇഷ്ടമാണ്. എൻ്റെ തറവാട്ടിൽ വിഷ്ണുമായുണ്ട്. അപ്പോൾ അവരുടെ കണ്ണ് മറയ്ക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നാലും ആ ചെയ്യുന്ന കർമ്മത്തിൽ ഒരു സത്യസന്ധത പുലർത്തുക. അത് ആരായാലും, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഒരിക്കലും ആരെയും പറഞ്ഞു പറ്റിക്കാറില്ല. പൈസ അടയ്ക്കാൻ വേണ്ടി ഒരു വാക്കും ആരോടും പറയാറില്ല. ഓക്കെ. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നവരെ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അറിയൂല കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണ്. ഓക്കെ. കുട്ടിയുടെ പേര് എ, 24 വയസ്സ്, വിശാഖം നക്ഷത്രം, വിലക്കത്തല നായർ ആണ്. 5'3" ഹൈറ്റ്, വെളുത്ത നിറം, ക്വാളിഫിക്കേഷൻ MBA,
ഷൊർണൂരാണ് സ്ഥലം വരുന്നത്. വിശാഖം നക്ഷത്രമാണ് കേട്ടോ. അടുത്ത കുട്ടിയുടെ പേര് ബി, 24 വയസ്സ്, മൂലം നക്ഷത്രം, 169 വയസ്സ്, വെളുത്ത കുട്ടി. ക്വാളിഫിക്കേഷൻ BSc നഴ്സിംഗ് ആണ്. എടപ്പാളാണ് സ്ഥലം വരുന്നത്. മൂലമാണ് നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് സി, 28 വയസ്സ്, അനിഴം നക്ഷത്രം, 5'8" ഹൈറ്റ്, വെളുത്ത കുട്ടി. ക്വാളിഫിക്കേഷൻ BE MBA. പാലക്കാടാണ് അവരുടെ സ്ഥലം. അവരുള്ളത് ഡൽഹിയിലാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അനിഴം നക്ഷത്രം. അടുത്ത കുട്ടിയുടെ പേര് ഡി എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. 40 വയസ്സ്, ഡിവോഴ്സ് ആണ്, 165 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെളുത്ത നിറം. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പിന്നെ ബാംഗ്ലൂരാണ് അവരുള്ളത്. തൃശ്ശൂരാണ് അവരുടെ സ്ഥലം വരുന്നത്. ഡിവോഴ്സ് ആണ്, 40 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് കേട്ട് മനസ്സിലാക്കി താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറായ 9961 094 206 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.